ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഞാനിപ്പോൾ ഒരു പൈനാപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് വെന്തുടയേണ്ട ആവശ്യമില്ല, ഒരു 10 മിനിറ്റ് തന്നെ മതിയാവും. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4 സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ ആണെങ്കിൽ നമുക്ക് അതനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത പഞ്ചസാരയെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് 10 മിനിറ്റ് വയ്ക്കുകയാണ്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ പൈനാപ്പിൾ ഒരു 10 മിനിറ്റ് വേവിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. അതുപോലെ പൈനാപ്പിൾ അങ്ങ് ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല, ഏകദേശം ഈ ഒരു രീതിക്ക് തന്നെ മതിയാവും. പിന്നെ നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് പൈനാപ്പിൾ അടിക്കുമ്പോൾ ഉള്ളൊരു ചൊറിച്ചിൽ അതൊക്കെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ഇതുപോലെ വേവിച്ചെടുക്കുമ്പോൾ. നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലാണ്. തിളപ്പിച്ചാറിയ പാൽ ഞാനിതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ഐസാക്കി എടുത്താണ്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ പൈനാപ്പിൾ ഞാനിപ്പോൾ 2 ട്രിപ്പായിട്ടാണ് അടിച്ചെടുക്കുന്നത്, ഒരുപാട് ഉള്ളതുകൊണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ എന്നിട്ടൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റാം. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് പൈനാപ്പിളും അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ അടിക്കുന്ന ടൈമിൽ ഇനി വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി പൈനാപ്പിൾ വേവിക്കുന്ന ടൈമിൽ വെള്ളം ആഡ് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാലിൻ്റെ ഒരു ഐസ് ക്യൂബും അതിനകത്ത് ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അത് തന്നെ മതിയാവും. നല്ല കൊഴുത്ത് തന്നെ നമുക്ക് കിട്ടും. അതുമല്ല നല്ല ടേസ്റ്റും ആയിരിക്കും. എക്സ്ട്രാ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. പിന്നെ പഞ്ചസാരയുടെ അളവ് കുറച്ചും കൂടി ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മുടെ പൈനാപ്പിൾ അടിക്കുന്ന ടൈമിൽ കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.